BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വേനലിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കുവാൻ സാധ്യത. ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കുവാൻ സാധ്യത. ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുതെന്ന് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. പൊതുസ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ ഗുണനിലവാരം ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും വേണം. ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണം. കിണറുകളും ടാങ്കുകളും നീന്തൽക്കുളങ്ങളും ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. സ്ത്രീക്ക് താൽപര്യമില്ലെങ്കിൽ ഗർഭം തുടരുവാൻ നിർബന്ധിക്കരുത്. സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീംകോടതി. ഗർഭം തുടരുവാൻ ഒരു സ്ത്രീയെയും നിർബന്ധിക്കുവാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. സ്ത്രീക്ക് താൽപര്യമില്ലെങ്കിൽ ഗർഭം തുടരുവാൻ നിർബന്ധിക്കരുത്. ഗർഭം തുടരുന്നതിൽ സ്ത്രീയുടെ തീരുമാനമാണ് പ്രധാനമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന തീരുമാനം. 15 വയസ്സുകാരിയുടെ ഗർഭചിത്രത്തിനും സുപ്രീംകോടതി അനുമതി നൽകി. തകര ഷീറ്റുകളും പ്ലൈവുഡ് ചുമരുകളും. അതിദരിദ്രരില്ലാത്ത കേരളത്തിൽ പാമ്പുകടിയേറ്റ് മരിച്ച ദക്ഷലിന്റെ വീട് ഇങ്ങനെ. പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദക്ഷൽ കിടന്നുറങ്ങിയത് മുത്തശ്ശിക്കൊപ്പം വീട്ടിലെ തറയിൽ. കുഞ്ഞനുജത്തിക്കൊപ്പം കഴിഞ്ഞ ദിവസവും ഈ വീടിന്റെ മുറ്റത്താണ് ദക്ഷൽ ഓടിക്കളിച്ചത്. കളിച്ചു തളർന്ന് അച്ചമ്മയ്ക്കൊപ്പം വീടിനുള്ളിലെ മൺതറയിൽ കിടന്ന് നാളെയെ സ്വപ്നം കണ്ടുറങ്ങുമ്പോൾ അപകടം പാമ്പിന്റെ രൂപത്തിൽ പതിയിരിക്കുമെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. എവിടെ നിന്നോ കിട്ടിയ പ്ലൈവുഡുകളും തകരകളും കൊണ്ട് മറച്ച ഒരു താൽക്കാലിക താമസപ്പുരയാണ് അവന്റെ വീട്. കുഞ്ഞു കാറ്റ് ഒന്ന് ആഞ്ഞു വീശിയാൽ വീടിന്റെ പ്ലൈവുഡ് ചുവരുകളും മേൽക്കൂരയും എല്ലാം തകർന്നു വീഴും. ലൈഫ്, PMAY എന്നീ പദ്ധതിയിൽ കുടുംബത്തിന് പേരുണ്ടായിരുന്നു. ഫണ്ടുകൾ കൃത്യമായി ലഭിക്കാത്തതിനാൽ കരാർ എഴുതിയിട്ടും പണം നൽകുവാനായില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന കപ്പലുകൾ തിരികെ എത്തിക്കുവാൻ ഇന്ത്യ. സുരക്ഷിത പാതയൊരുക്കുവാൻ ഇറാനോട് ആവശ്യപ്പെടും. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ തിരികെ എത്തിക്കുവാൻ ഇന്ത്യ സുരക്ഷിത പാത ഒരുക്കുവാൻ ഇറാനോട് ആവശ്യപ്പെടും. 14 ഇന്ത്യൻ കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ കപ്പലുകളെ രാജ്യത്തെത്തിക്കുവാനാണ് ഇന്ത്യയുടെ ശ്രമം. ആഗോള സാമ്പത്തിക പാതയായ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി വ്യാപാര കപ്പലുകളുടെ ഗതിയെ തന്നെ ബാധിച്ചു. ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷിത പാത ഒരുക്കുവാൻ ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുകയാണ് ഇന്ത്യ. കുഞ്ഞിന്റെ ഡയപ്പർ കത്തിക്കുവാൻ ഗ്യാസ് അടുപ്പിൽ നിന്നും തീ കൊളുത്തി. നൈറ്റിയിൽ തീപിടിച്ച് യുവതി മരിച്ചു. കുഞ്ഞിന്റെ ഡയപ്പർ കത്തിക്കുവാനായി ഗ്യാസ് അടുപ്പിൽ നിന്നും പേപ്പറിൽ തീയെടുക്കുന്നതിനിടെ പൊള്ളലേറ്റ യുവതി മരിച്ചു. കോട്ടയം ലാങ്കാട്ടൂർ ആനക്കല്ലുങ്കലിൽ ജോമോൾ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ഗ്യാസ് അടുപ്പിൽ നിന്നും പേപ്പറിലേക്ക് തീ കൊളുത്തുന്നതിനിടെ ജോമോളുടെ നൈറ്റിക്ക് തീ പിടിക്കുകയായിരുന്നു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മുഖം ഗുരുതരമായി പൊള്ളി. ചുണ്ടിലെ ക്ഷതം ഗുരുതരം. കൈയിലും കാലിലും ശസ്ത്രക്രിയ നടത്തി. മുജ്തബ ഖമനിയുടെ ആരോഗ്യനിലയെപ്പറ്റി ന്യൂയോർക്ക് ടൈംസ്. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ അവസ്ഥയെപ്പറ്റി ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട്. മുജ്തബ ഖമനിയുടെ മുഖം ഗുരുതരമായി പൊള്ളിയെന്നും പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വന്നേക്കാമെന്നും ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ചുണ്ടുകളിലെ ക്ഷതം ഗുരുതരമാണെന്നും സംസാരിക്കുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുണ്ടത്തിക്കോട് അപകടം. കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഇന്ന് കണ്ടെത്തിയത് തലയും കൈയും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തിയ പരിശോധനയിൽ കൈയും തലയും നിരവധി ശരീരഭാഗങ്ങളും കണ്ടെടുത്തു. ഇന്ന് അതിരാവിലെ മുതൽ പോലീസിന്റെ സമഗ്രമായ പരിശോധനയായിരുന്നു മുണ്ടത്തിക്കോട് നടന്നത്. തെരുവു നായ്ക്കൾ ശരീരഭാഗങ്ങളുമായി ഓടുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംഭവ സ്ഥലത്തെയും സമീപത്തെ പാടശേഖരത്തിലെയും തിരച്ചിൽ പൂർത്തിയാക്കി തൊട്ടടുത്ത സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തേക്ക് കടന്നപ്പോഴാണ് കൈയും തലയും കണ്ടെത്തിയത്. മുഖം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. ലഭിച്ച ശരീരഭാഗങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.